എറണാകുളം അങ്കമാലിയിൽ കോളേജ് വിദ്യാർത്ഥി ജസ്ലിയ വാഹനാപകടത്തിൽ മരിച്ച കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുക. പ്രതിയെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് റൂറൽ എസ് പി പറഞ്ഞു. പ്രതിയെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചുവെന്ന കുടുംബത്തിന്റെ ആരോപണം എസ് പി തള്ളി. ഈ കേസിൽ പ്രതിയെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി നമുക്കൊരു ചെറിയ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിലും ഏലപ്പറയിലൊക്കെ പോയിട്ട് അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് അവിടെ പ്രതിയുടെ ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പ്രതിയുടെ വീടുകളിലും ബന്ധുവീടുകളിലൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ പ്രതിയുടെ പേരിൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കുറ്റകരമായ നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനം റിക്കവർ ചെയ്തിട്ടുണ്ട്. പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സിബി കൊച്ചിയിൽ നിന്ന്. സിബി, എന്താണ് പോലീസ് അന്വേഷണത്തെ ഇപ്പോഴത്തെ ഗതി? നിഷാദ്, ഇന്നിപ്പോൾ പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്കമാലി പോലീസ് സ്റ്റേഷനിലാണ്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് പോലീസ് പ്രതി ഡോക്ടർ സിറീഖിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് എല്ലായിടത്തും ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ പ്രതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ കുടുംബത്തെ റിലേറ്റീവ്സിനെയൊക്കെ അവർ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇവർ കുടുംബത്തോടൊപ്പം ഒളിവിൽ പോയി എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. ഈ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. 3 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് അന്വേഷണമായി പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡിവൈഎസ്പി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ ഇടുക്കിയിലും ഏലപ്പാറ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പ്രതി ഒളിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു അറിയിപ്പിനെ തുടർന്ന് അവിടെയെല്ലാം തന്നെയും അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസം 28-ാം തീയതി ഇന്നിപ്പോൾ 6-ാം ദിവസമാണ്. ഇപ്പോൾ 6 ദിവസമായിട്ടും ഇതുവരെയും ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ സിറീഖാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് CCTV ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയം മധുരമ്പുഴ സ്വദേശിയാണ്. കോട്ടയം മധുരമ്പുഴ സ്വദേശിയുടെ ഈ വീട്ടിലെല്ലാം തന്നെയും ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ റൂറൽ SP വ്യക്തമാക്കിയത് ഇതിൽ അന്വേഷണത്തിൽ 6 ദിവസമായിട്ടും പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. അന്വേഷണം ഊർജിതമാണെന്ന് പോലീസ് പറയുന്നു. വേഗം പിടിക്കുമെന്ന്.